നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 28 വ്യാഴാഴ്ചയാണ്, മീനം 15. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണയിൽ ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുകയാണ്. ദേവാലയങ്ങളിൽ കാലുകഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനകളും നടക്കുകയാണ്. സൂരജ് സജി ചേരുന്നുണ്ട്, സെന്റ് സെബാസ്റ്റ്യൻസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ നിന്ന്. സൂരജ്, എന്തൊക്കെയാണ് ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ? കീർത്തന, ഈ താഴേക്കാട് ദേവാലയത്തിൽ അല്പസമയത്തിനകം ഈ പെസഹ വ്യാഴത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക കുർബാനയും ചടങ്ങുകളും എല്ലാം ആരംഭിക്കും. അതിന്റെ മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലബാർ സഭ അധ്യക്ഷനായിട്ടുള്ള മാർ റാഫേൽ തട്ടിൽ ആണ് ഈ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുക. റാഫേൽ തട്ടിൽ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ പ്രാർത്ഥനകളും പ്രത്യേക കുർബാന അടക്കമുള്ളവ ആരംഭിക്കും. യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്കൊപ്പം നടത്തിയ അവസാന അത്താഴത്തിന്റെ സ്മരണക്കായി ആണ് ഈ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് ഈ പെസഹ വ്യാഴം ആചരിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ വിവിധ ദേവാലയങ്ങളിൽ ഇത്തരത്തിൽ ഈ കുർബാനയും അനുബന്ധ ചടങ്ങുകളും എല്ലാം നടക്കും. രാവിലെ തുടങ്ങിയും രാത്രി വരെ നീളുന്ന ചടങ്ങുകളാണ്. പക്ഷേ ഈ സീറോ മലബാർ സഭയെ സംബന്ധിച്ച് രാവിലെയാണ് ഇത്തരം ഇതിന്റെ പെസഹ വ്യാഴത്തിന്റെ ചടങ്ങുകളെല്ലാം തന്നെ നടക്കുക. എന്തായാലും ക്രിസ്തു കുരിശുമരണത്തിന് തൊട്ടു മുമ്പ് 12 ശിഷ്യന്മാർക്കൊപ്പം നടത്തിയ അന്ത്യാത്താഴത്തിന്റെ ഓർമ്മയിലാണ് ഈ പെസഹ വ്യാഴം ആചരിക്കുന്ന. അല്പസമയത്തിനകം ഈ താഴേക്കാട് ദേവാലയത്തിൽ ഈ പെസഹ വ്യാഴത്തിന്റെ ഭാഗമായുള്ള പ്രാർത്ഥനകൾ ആരംഭിക്കും. ശരി, ഇന്ന് പെസഹ വ്യാഴം ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാലുകഴുകൽ ശുശ്രൂഷയും നടക്കുകയാണ്. സൂരജ് സജിയാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിനെ ഇന്ന് റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും. ഇന്ന് കോടതിയിൽ വൻ വെളിപ്പെടുത്തൽ നടത്തുമെന്ന് ഭാര്യ സുനിത കെജ്രിവാളിനുള്ള കത്തിൽ അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയിരുന്നു. കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയും ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വരും. കസ്റ്റഡി നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെടാനാണ് ഇഡിയുടെ തീരുമാനം. കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വേണമെന്ന് CBIയും ആവശ്യപ്പെടാൻ സൂചനയുണ്ട്. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. എന്തായാലും ഇന്ന് ഇത് കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ ഇന്നലെ ഭാര്യ സുനിതയുടെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു. കോടതിയിൽ വൻ വെളിപ്പെടുത്തൽ നടത്തുമെന്നാണ് ഭാര്യ സുനിത കെജ്രിവാൾ നൽകിയ കത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കോടതിയിലേക്ക് എത്തുമ്പോൾ എന്ത് തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾക്കായിരിക്കും സാക്ഷ്യം വഹിക്കുക? കീർത്തന, കെജ്രിവാളിനെ ഇന്ന് കസ്റ്റഡി കാലാവധി കഴിയുന്ന പശ്ചാത്തലത്തിലാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് ഹാജരാക്കുന്ന കെജ്രിവാളിനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ ആവശ്യമാണ് എന്ന ഒരു നിഗമനമാണ് ഇഡിക്കുള്ളതെങ്കിൽ കൂടുതൽ ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. അഥവാ അങ്ങനെയല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യാനായിട്ടുള്ള അഭ്യർത്ഥനയാകും നടത്തുക. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കുക എന്നതാണ് സ്വാഭാവികമായിട്ടും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു തീരുമാനമാകും കെജ്രിവാൾ ജയിലിലേക്ക് പോയാൽ ഉണ്ടാകുന്നത്. അത് നേരിടാൻ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി നടത്തുന്നത്. ഇതിനിടെയാണ് ഈ CBIയുടെ ഭാഗത്ത് നിന്നുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഈ കസ്റ്റഡി കാലാവധിക്ക് ശേഷം കെജ്രിവാളിനെ ഹാജരാക്കുമ്പോൾ ഇഡി കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടില്ലെങ്കിൽ CBI ഈ വിഷയത്തിൽ കെജ്രിവാളിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്ന വിധത്തിലേക്കാകും നടപടികൾ മുന്നോട്ട് പോവുകയെന്ന് അറിയാൻ സാധിക്കുന്നു. ഏതായാലും കെജ്രിവാളിനെ സംബന്ധിച്ച് നിർണായകമാണ്. അതിനിടെയാണ് കെജ്രിവാൾ അദ്ദേഹത്തിന്റെ ഭാര്യ മുഖേന ഇന്ന് അറിയിച്ചിരിക്കുന്നത് കോടതിയിൽ ഹാജരാക്കുമ്പോൾ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവിടും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. അഥവാ ജഡ്ജിയോടായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവന അദ്ദേഹത്തിന് നടത്താനായി സാധിക്കുക. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയായി ഇതിനെ കണക്കാക്കപ്പെടുന്നുണ്ട്. ഇഡി ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ കെജ്രിവാൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നുള്ള നിരീക്ഷണമാണ് ഇഡി കോടതിയിൽ പങ്കുവയ്ക്കുക. ഇതടക്കമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതി എടുക്കുന്ന തീരുമാനം അത് കെജ്രിവാളിനെ സംബന്ധിച്ച് അത് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതാകും. അദ്ദേഹത്തിനെ ഇന്നലെ വിട്ടയക്കണം എന്നുള്ള ആവശ്യം ഡൽഹി ഹൈക്കോടതി അടിയന്തരമായിട്ട് ആ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറായില്ല. ആ കേസിൽ ഇനി വാദം വരുന്നത് 3-ാം തീയതിയാണ്, ഏപ്രിൽ 3-നാണ് വരുന്നത്. അതിനു മുൻപ് അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യുക എന്നുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നതിന്റെ ഉത്തരം ഇന്നത്തെ ദിവസം നൽകും. ശരി, രാധാകൃഷ്ണനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ചോദ്യക്കോഴ കേസിലെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര
ഇന്നും ഇഡിക്ക് മുന്നിൽ ഹാജരായേക്കില്ല. കഴിഞ്ഞ 2 തവണ സമൻസ് അയച്ചിട്ടും ഔദ്യോഗിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി മഹുവ എത്തിയിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം ചൂണ്ടിക്കാട്ടി മഹുവ ഇന്നും ഹാജരാകാനിടയില്ല. വ്യവസായി ദർശൻ ഹിരാനന്ദാനിക്കും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാണിച്ച് ഇഡി നോട്ടീസ് അയച്ചിരുന്നു. ഡൽഹിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നോട്ടീസ്. ലോക്സഭയിൽ അദാനി ഗ്രൂപ്പിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ വ്യവസായി ദർശൻ ഹിരാനന്ദാനിയിൽ നിന്ന് കൈക്കൂലി സ്വീകരിച്ചുവെന്നാണ് മഹുവയ്ക്കെതിരായ ആരോപണം. ബാൾട്ടിമോറിൽ പാലം തകർന്ന് നദിയിൽ വീണ് കാണാതായ 2 പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചു. നിർമ്മാണ തൊഴിലാളികളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. തെരച്ചിൽ വീണ്ടും നിർത്തിവെച്ചു. മധു കൊട്ടാരക്കര ചേരുന്നു ന്യൂജേഴ്സിയിൽ നിന്നു. മധു, ഇനിയും മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ടോ? തെരച്ചിൽ ഇനി എപ്പോൾ പുനരാരംഭിക്കും? ബാൾട്ടിമോറിൽ ഫ്രാൻസിസ് സ്കോട്ട് കീ പാലം തകർന്ന് നദിയിൽ വീണ 6 നിർമ്മാണ തൊഴിലാളികളിൽ 2 പേരുടെ മൃതദേഹങ്ങളാണ് ഇന്ന് രാവിലെ കണ്ടെത്തിയത്. അലഹാൻഡ്രോ ഹെർണാണ്ടസ് 35 വയസ്സായിരുന്നു പ്രായം. അതുപോലെ ഡോളിയൻ കസ്റ്റേലോ 26 വയസ്സായിരുന്നു പ്രായം. എന്നീ തൊഴിലാളികളുടെ ഈ മൃതദേഹമാണ് ലഭിച്ചതെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പാലത്തിന്റെ മധ്യഭാഗത്ത് തൂണിന് സമീപം ഏതാണ്ട് ഒരു 25 അടി താഴ്ചയിൽ മുങ്ങിക്കിടന്ന ഒരു ചുവന്ന പിക്കപ്പ് വാനിനുള്ളിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. അപകടത്തിൽപ്പെട്ട ഈ തൊഴിലാളികൾ മെക്സിക്കോ, ഗോട്ടമാല, ഹൊണ്ടുറാസ് എന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഈ പാലത്തിൽ ഇടിച്ച കപ്പലിൽ ഇപ്പോഴും 1.5 മില്യൺ ഗാലന്റെ ഇന്ധനവും ഈ ലൂബ്രിക്കൻ ഓയിലും ഒക്കെ ഉണ്ടെന്ന് വൈറ്റ് ഹൗസ് അല്പസമയം മുമ്പ് വ്യക്തമാക്കുകയുണ്ടായി. മൊത്തത്തിലുള്ള 4600 കണ്ടെയ്നറുകളിൽ 56 എണ്ണം ഏറെ അപകടം പിടിച്ച വസ്തുക്കളാണുള്ളത്. എന്നാൽ പ്രത്യേകിച്ച് ഭയക്കേണ്ട കാര്യങ്ങളില്ലെന്നാണ് പറയുന്നത്. ഈ കപ്പലിലെ വൈദ്യുതി നഷ്ടപ്പെട്ടതും അതുപോലെ കപ്പലിന്റെ നിയന്ത്രണം പോയതിന്റെയൊക്കെ പിന്നിൽ പല കാരണങ്ങളുണ്ടെങ്കിലും മലിനമായ ഇന്ധനം ഈ കപ്പലിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. അത് സംബന്ധിച്ചുള്ള അന്വേഷണവുമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ തുറമുഖം വീണ്ടും തുറക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് അമേരിക്കൻ ഗവൺമെന്റ്. ശരി. ബാൾട്ടിമോറിൽ പാലം തകർന്ന നദിയിൽ വീണ് കാണാതായ 2 പേരുടെ മൃതദേഹങ്ങൾ കൂടി ലഭിച്ചു. മധു കൊട്ടാരക്കരയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. in association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നു മുതൽ. നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർമാർക്കാണ് പത്രിക സമർപ്പിക്കേണ്ടത്. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയാണ് പത്രിക സ്വീകരിക്കുക. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട്. അലക്സ്, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ? മറ്റു വിശദാംശങ്ങൾ? കീർത്തന, തീർച്ചയായും സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള 12 സംസ്ഥാനങ്ങളിലെ 88 സീറ്റുകളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങുന്നത്. ഈ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സീറ്റുകളിലേക്കെല്ലാം നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്നു മുതൽ ആരംഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്ത് 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർക്ക് മുമ്പാകെയാണ് ഈ പത്രികകൾ സമർപ്പിക്കേണ്ടത്. രാവിലെ 11 മുതൽ വൈകുന്നേരം 3 മണിവരെയാണ് പത്രിക സ്വീകരിക്കേണ്ട സമയം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ മാസം 4-ാം തീയതിയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം 5 ദിവസം മാത്രമാണ് സ്ഥാനാർത്ഥികൾക്ക് പത്രിക സമർപ്പിക്കാൻ ഉള്ളത് എന്നുള്ളതാണ്. കാരണം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരം മാർച്ച് 29, 31, ഏപ്രിൽ 1 തീയതികൾ അവധി ദിനങ്ങളാണ്. ഈ ദിവസങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5 നടക്കും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 8. എന്നിരുന്നാൽ പോലും തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലെയും സ്ഥാനാർത്ഥികൾ അടുത്ത ദിവസം മുതലായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തുടങ്ങുക. തിരുവനന്തപുരം മണ്ഡലത്തിൽ പന്ന്യൻ രവീന്ദ്രൻ ഏപ്രിൽ 2-നും, ശശി തരൂർ ഏപ്രിൽ 3-നും, രാജീവ് ചന്ദ്രശേഖർ ഏപ്രിൽ 4-നുമായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക എന്നാണ് അവരുടെ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് എത്തിയാൽ NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ 30-ാം തീയതി പത്രിക സമർപ്പിക്കും. അതായത് മാർച്ച് 30-ന് നാളെ പത്രിക സമർപ്പിക്കും. വി ജോയ് ഏപ്രിൽ 3-നും, അടൂർ പ്രകാശ് ഏപ്രിൽ 4-നും പത്രിക സമർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി. അലക്സ് റാം മുഹമ്മദാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.
മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ഇ ഡി അന്വേഷണത്തിൽ ശക്തമായ പ്രതിരോധം തീർക്കാൻ സിപിഐഎം ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ടാണ് സിപിഐഎം ഇ ഡി നീക്കത്തെ കാണുന്നത്. ബിജെപിക്ക് വേണ്ടി കൂലിപ്പണിയെടുക്കുന്നവരായി ഇ ഡി മാറിയെന്നായിരുന്നു സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റോടെ പ്രതിപക്ഷത്തെ ബിജെപി വേട്ടയാടുന്നുവെന്ന പ്രചാരണം സിപിഐഎം ഉയർത്തുന്നതിനിടെയാണ് കേരളത്തിലും ഇ ഡി എത്തിയത്. ഇപ്പോഴത്തെ ഇ ഡി അന്വേഷണം സിപിഐഎം ബിജെപി ധാരണയാണെന്നാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ആരോപണം. വിവാദ പ്രസ്താവനയുമായി പത്തനംതിട്ടയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി. കോൺഗ്രസ് പാകിസ്ഥാനിൽ യൂണിറ്റ് തുടങ്ങുന്നതാണ് നല്ലതെന്ന് പരാമർശം. കോൺഗ്രസ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് തന്നെ ആശ്ചര്യം. താൻ പാർട്ടി വിട്ടത് കോൺഗ്രസിന്റെ രാജ്യവിരുദ്ധ നിലപാടുകൾ കൊണ്ടാണെന്നും അനിൽ കെ ആന്റണി പറഞ്ഞു. ഞാൻ കോൺഗ്രസ് പാർട്ടി വിട്ടത് തന്നെ അവരുടെ ചില രാജ്യവിരുദ്ധ നയങ്ങൾ കാരണമാണ്. ഇങ്ങനെ ഒരു പാർട്ടി ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് തന്നെ വലിയൊരു ആശ്ചര്യമാണ്. ഈ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നൊക്കെ പേരുണ്ടെങ്കിലും ഇന്ത്യനൊക്കെ മാറ്റി ഇവരുടെ യൂണിറ്റുകളൊക്കെ പിരിച്ചുവിട്ട് ഇവർ വല്ല അയൽ രാജ്യമായ പാകിസ്ഥാനിൽ പോയി ഒരു യൂണിറ്റ് ഉണ്ടാക്കി വല്ല പാകിസ്ഥാൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ തുടങ്ങുന്നതായിരിക്കും ഇവർക്ക് ഉചിതമാണ് എന്നാണ് ഇവരുടെ ഈ ഇന്നത്തെ പരാമർശങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ശ്രീകുമാരൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. തെരഞ്ഞെടുപ്പ് കാലമാണ്, ഇത്തരത്തിലുള്ള പ്രസ്താവന വലിയ വിവാദമാകും. എങ്ങനെയാണ് ഇത് നോക്കിക്കാണുന്നത്? മറ്റ് വിശദാംശങ്ങൾ കൂടി. പുൽവാമ സംഭവവുമായി ബന്ധപ്പെട്ട ആന്റോ ആന്റണി ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതിൽ പാകിസ്ഥാൻ എന്ത് പങ്ക് എന്ന് ചോദിച്ചിരുന്നു. അതിനുശേഷം അത് തിരുത്തി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ആന്റോ ആന്റണിയുടെ ഒരു പരാമർശം വന്നിരിക്കുന്നത്. കോൺഗ്രസ് തുടർച്ചയായി രാജ്യവിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നത്. സിയുടെ കാര്യത്തിലായാലും രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ ഇത്തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ആന്റോ ആന്റണിയുടെ പാർട്ടിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നതിനേക്കാൾ ചേരുക പാകിസ്ഥാൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വിവാദ പ്രസ്താവന തന്നെയാണ്. അവർ പാകിസ്ഥാനിലേക്ക് പോയി പാകിസ്ഥാൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് മാറ്റി അവിടെ ഒരു യൂണിറ്റ് തുടങ്ങുന്നതായിരിക്കും നല്ലതെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രസ്താവന വന്നിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ തന്നെ വിവാദമായേക്കാവുന്ന ഒരു പ്രസ്താവനയാണ് അനിൽ കെ ആന്റണി നടത്തിയിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയത്തിൽ രൂക്ഷമായ പ്രതികരണം ഉന്നയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതും വരും മണിക്കൂറുകളിൽ തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. ശരി, വിവാദ പ്രസ്താവനയുമായി പത്തനംതിട്ടയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീകുമാരൻ. തിരുവനന്തപുരം പുളിമാത്ത് കമുകിൻകുഴിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകന് വെട്ടേറ്റു. പോസ്റ്റർ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ RSS ഡിവൈഎഫ്ഐ സംഘർഷത്തിനിടെയാണ് ആക്രമണം. ഡിവൈഎഫ്ഐ പുളിമാത്ത് മേഖലാ കമ്മിറ്റി അംഗവും കമുകിൻകുഴി സ്വദേശിയുമായ സുജിത്തിനാണ് വെട്ടേറ്റത്. അലക്സ് മുഹമ്മദ് ചേരുന്നുണ്ട്. അലക്സ്, എപ്പോഴായിരുന്നു സംഭവം? ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണോ? കീർത്തന, ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ഈ സംഭവം. കിളിമാനൂർ പുളിമാത്ത് കമുകിൻകുഴിയിൽ LDFന്റെ പോസ്റ്റർ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് പ്രദേശത്ത് RSS ഡിവൈഎഫ്ഐ സംഘർഷം ഉണ്ടായത്. ഡിവൈഎഫ്ഐ പുളിമാത്ത് മേഖലാ കമ്മിറ്റി അംഗവും അതുപോലെ കമുകിൻകുഴി സ്വദേശിയുമായ സുജിത്ത്, 24 വയസ്സാണ് സുജിത്തിനാണ് വെട്ടേറ്റത്. കമുകിൻകുഴി ജംഗ്ഷനിൽ പതിച്ചിരുന്ന ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി വി ജോയുടെ പോസ്റ്റർ കഴിഞ്ഞ ചൊവ്വാഴ്ച പകൽ നശിപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച വൈകിട്ട് 7 മണിയോടെ സുജിത്ത് അടക്കമുള്ള ഡിവൈഎഫ്ഐ CPM പ്രവർത്തകർ പോസ്റ്റർ തിരിച്ചൊട്ടിക്കാൻ എത്തവേ ഈ RSS പ്രവർത്തകരുമായി തർക്കം ഉണ്ടാകുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിന്റെ തുടർച്ചയായാണ് സുജിത്തിനെ രാത്രി വീട് കയറി മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് ആക്രമിച്ചത്. വെട്ടുകത്തിയും മൺവെട്ടിയും അതുപോലെ സിമന്റ് കട്ടയും ഉപയോഗിച്ചായിരുന്നു ആക്രമണം എന്ന് പറയുന്നു. സുജിത്തിന്റെ കൈക്കാണ് വെട്ടേറ്റത്. തലയ്ക്കും ഗുരുതര പരിക്കുണ്ട്. സുജിത്തിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ സുജിത്ത് പറയുന്നത് രതീഷ്, ശശികുമാർ തുടങ്ങി 4ഓളം പ്രാദേശിക RSS പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണമെന്നാണ് സുജിത്ത് പോലീസിനോട് പറയുന്നത്. സംഭവ സ്ഥലത്ത് നിന്നും വെട്ടുകത്തിയും ഇരുമ്പോടി അടക്കമുള്ള ആയുധങ്ങളും പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ആക്രമണ സംഘത്തിലുണ്ടെന്ന് കരുതുന്ന രതീഷിനെ കിളിമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ശാരീരിക അസ്വസ്ഥത അറിയിച്ചതിനെ തുടർന്ന് രതീഷിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ നിരീക്ഷണത്തിൽ കഴിയുകയുമാണ്. സംഭവ സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മറ്റു പ്രതികളെ പിടികൂടുന്നതിനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിൽ സുജിത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. കീർത്തന. ശരി, തിരുവനന്തപുരം പുളിമാത്താണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനെ വെട്ടേറ്റത്. പോസ്റ്റർ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ RSS ഡിവൈഎഫ്ഐ സംഘർഷത്തിനിടെയാണ് ആക്രമണം. ഇതിൽ ഒരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. അലക്സ് മുഹമ്മദാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ 7ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും ഒഴിച്ചിട്ട് അമേഠി, റായ്ബറേലി മണ്ഡലങ്ങൾ. ഉത്തർപ്രദേശിലെ 4 മണ്ഡലങ്ങൾ ഉൾപ്പെടെ 14 മണ്ഡലങ്ങളിലേക്കാണ് ഒടുവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നതിനാൽ കൂടുതൽ സീറ്റുകളിലേക്കുള്ള പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. ഇതുവരെ 208 മണ്ഡലങ്ങളിലേക്കാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത്.
മഹാരാഷ്ട്രയിൽ സീറ്റ് വിഭജനം പൂർത്തിയാകും മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഉദ്ധവ് താക്കറെയുടെ നിലപാടിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ്. സാംഗ്ലി സീറ്റ് വിട്ടു നൽകാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയ മുതിർന്ന കോൺഗ്രസ് നേതാവ് ബാലാസാഹിബ് തോറാട്ട് വിഷയം മുന്നണി യോഗത്തിൽ കൊണ്ടുവരുമെന്ന് അറിയിച്ചു. ഉദ്ധവ് പട്ടിക പുതുക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രചാരണ കമ്മിറ്റി ചുമതലയുള്ള പൃഥ്വിരാജ് ചവാനും പറഞ്ഞു. സഞ്ജയ് നിരൂപം അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസം അതിരൂക്ഷ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത്. അതേസമയം മഹാവികാസ് അഘാഡിയുമായി സഖ്യമില്ലെന്ന് പ്രഖ്യാപിച്ച പ്രകാശ് അംബേദ്കർ മൂന്നാം മുന്നണിക്ക് രൂപം കൊടുക്കാനുള്ള നീക്കം തുടങ്ങി. മറാത്ത സംവരണ പ്രക്ഷോഭ നേതാവ് മനോജ് ജാരംഗയുടെ പാർട്ടിയുമായി ചേർന്നാണ് നീക്കം. 8 മണ്ഡലങ്ങളിൽ പ്രകാശ് അംബേദ്കർ ഇന്നലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. അത്താണിയിൽ മിനി ലോറി മറിഞ്ഞ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. ഇറച്ചിക്കോഴിയുമായി എത്തിയ വാഹനം നിയന്ത്രണം വിട്ട് തലകീഴായി മറിയുകയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് അപകടം. വിനീത വിജി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിനീത, ഇയാളുടെ ആരോഗ്യനില എങ്ങനെയാണ്? ആശുപത്രി അധികൃതർ നൽകുന്ന കൂടുതൽ വിവരങ്ങൾ എന്താണ്? കീർത്തന, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ അപകടമുണ്ടാകുന്നത്. അത്താണി കേരള ഫാർമസി ജംഗ്ഷന് സമീപമാണ് ഈ മിനി ലോറി തല കീഴായി മറിഞ്ഞത്. നിയന്ത്രണം വിട്ടാണ് അപകടമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇറച്ചിക്കോഴിയുമായി അങ്കമാലി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ശരി, അത്താണിയിലാണ് മിനി ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞ് ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. വിനീത വിജയാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്നും 9 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പായ യെല്ലോ അലർട്ട്. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാം. ഉയർന്ന താപനില തൃശൂരിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയുമാണ് പ്രവചിക്കുന്നത്. കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താനും സാധ്യതയുണ്ട്. ഉയർന്ന ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷം ഇടത്തരം വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. പേരാമ്പ്ര അനു വധക്കേസിൽ പ്രതി മുജീബ് റഹ്മാനെ പോലീസ് വീണ്ടും വിശദമായി ചോദ്യം ചെയ്യും. പ്രതിയെ 2 ദിവസത്തേക്കാണ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. അനുവിനെ കൊലപ്പെടുത്തുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ പ്രതി പ്രദേശത്ത് എത്തിയിരുന്നുവെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിൽ വ്യക്തത വരുത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം. മുജീബ് റഹ്മാൻ കവർന്ന സ്വർണം വീണ്ടെടുക്കുകയും വേണം. ആദ്യഘട്ടത്തിൽ 4 ദിവസം കസ്റ്റഡിയിൽ ലഭിച്ചെങ്കിലും പ്രതി ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചില്ല. നാഗർകോവിൽ കന്യാകുമാരി സെഷനുകളിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ 11 ട്രെയിനുകൾ പൂർണ്ണമായും റദ്ദാക്കി. 14 ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കി. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. രാഹുൽ, എന്താണ് നിയന്ത്രണം വരുത്തിയിരിക്കുന്നത്? ഏതൊക്കെ ട്രെയിനുകളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്? കീർത്തന, വേണ്ടത്ര മുന്നറിയിപ്പുകളില്ലാതെയാണ് ഈ ട്രെയിനുകൾ ഇന്ന് റദ്ദാക്കിയിട്ടുള്ളത്. നാഗർകോവിൽ കന്യാകുമാരി സെക്ഷനുകളിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിന്റെ ഭാഗമായി ഇന്ന് 11 ട്രെയിനുകൾ പൂർണ്ണമായും 14 ട്രെയിനുകൾ ഭാഗികമായുമാണ് റദ്ദാക്കിയിട്ടുള്ളത്. കൊച്ചുവേളി നാഗർകോവിൽ അൺറിസർവ്ഡ് എക്സ്പ്രസ്, നാഗർകോവിൽ കൊച്ചുവേളി അൺറിസർവ്ഡ് എക്സ്പ്രസ്, തിരുനെൽവേലി നാഗർകോവിൽ അൺറിസർവ്ഡ് എക്സ്പ്രസ്, നാഗർകോവിൽ തിരുനെൽവേലി അൺറിസർവ്ഡ് എക്സ്പ്രസ്, നാഗർകോവിൽ കന്യാകുമാരി അൺറിസർവ്ഡ് എക്സ്പ്രസ്, കന്യാകുമാരി കൊല്ലം മെമു, കൊല്ലം കന്യാകുമാരി മെമു, കൊല്ലം ആലപ്പുഴ അൺറിസർവ്ഡ് എക്സ്പ്രസ്, ആലപ്പുഴ കൊല്ലം അൺറിസർവ്ഡ് എക്സ്പ്രസ്, കൊല്ലം തിരുവനന്തപുരം അൺറിസർവ്ഡ് എക്സ്പ്രസ്, തിരുവനന്തപുരം നാഗർകോവിൽ അൺറിസർവ്ഡ് എക്സ്പ്രസ് തുടങ്ങി 11 ട്രെയിനുകളാണ് ഇന്ന് റദ്ദാക്കിയിട്ടുള്ളത്. അതോടൊപ്പം പൂനെ കന്യാകുമാരി എക്സ്പ്രസ് കൊച്ചുവേളിയിലും ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് കൊച്ചുവേളിയിലും സർവീസ് അവസാനിപ്പിക്കുമെന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മേഖലയിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടായിരിക്കും ഈ പെട്ടെന്നുള്ള ട്രെയിൻ റദ്ദാക്കലിലൂടെ ഉണ്ടാകുക എന്ന കാര്യത്തിൽ സംശയമില്ല. കീർത്തന, മതിയായ മുന്നറിയിപ്പുകളില്ലാതെയാണ് നാഗർകോവിൽ കന്യാകുമാരി സെഷനുകളിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ 11 ട്രെയിനുകൾ പൂർണ്ണമായും റദ്ദാക്കിയിട്ടുള്ളത്. 14 ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കിയിട്ടുണ്ട്. രാഹുൽ സുരേഷാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെ തെരഞ്ഞു പോലീസ്. ഇന്നലെ രാത്രി നെയ്യാറ്റിൻകര കൊടങ്ങാവിളയിലാണ് ഊരുട്ടുകാല സ്വദേശിയായ ആദിത്യനെ 5-അംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് അറിയിച്ചു. ആദിത്യൻ അമരവിളയിലുള്ള മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിലെ കളക്ഷൻ ഏജന്റാണ്. നെല്ലിമൂട്ടിൽ പണം പിരിക്കാൻ പോയ സമയത്ത് ജിബിൻ എന്നയാളുമായി വാക്കുതർക്കമുണ്ടായി. തുടർന്ന് 4-അംഗ സംഘവുമായി എത്തിയ ജിബിൻ ആദിത്യനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു.
വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനെതിരായ കോഴയാരോപണത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രസീത അഴീക്കോട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ CK ജാനുവിന് കെ സുരേന്ദ്രൻ 35 ലക്ഷം രൂപ കോഴ നൽകിയെന്ന് ആരോപിച്ചത് പ്രസീതയാണ്. പ്രചാരണത്തിലുടനീളം വിഷയം ഉന്നയിക്കുമെന്ന് പ്രസീത 24-നോട് പറഞ്ഞു. CK ജാനുവിന്റെ സന്തത സഹചാരിയും ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി നേതാവുമായിരുന്നു പ്രസീത അഴീക്കോട്. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇവർ കോഴയാരോപണം ഉന്നയിക്കുന്നത്. തെളിവായി ചില ഫോൺ സംഭാഷണങ്ങളും പുറത്തുവിട്ടു. കേസ് വിചാരണ നടപടികളിലേക്ക് കടക്കുമ്പോഴാണ് പ്രസീത അഴീക്കോട് വയനാട്ടിൽ മത്സരരംഗത്തെത്തിയത്. കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായതോടെ കോഴക്കേസ് വീണ്ടും ചർച്ചയാകും എന്നാണ് പ്രസീത അഴീക്കോട് പറയുന്നത്. കൂടുതൽ തെളിവുകളുമായി രംഗത്തുവരുമെന്നും നിയമപോരാട്ടം തുടരുമെന്നും പ്രസീത അഴീക്കോട്. സാമ്പത്തികം കൊടുത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള വോട്ടും മറ്റ് ആളുകളെ സ്വാധീനിക്കുക എന്നുള്ള കേസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ കുറ്റപത്രം സമർപ്പിച്ചു. ഇപ്പോൾ ഇനി വിചാരണ നേരിടുക എന്ന ഇതിലേക്കാണ് സ്റ്റേജിലേക്കാണ് വരുന്നത്. ഇതിൻ്റെ അനുബന്ധമായ പല കാര്യത്തിനുള്ള തെളിവുകൾ ഇനി അടുത്ത ദിവസങ്ങളിൽ അത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുവരും. ഗോത്ര സംഘടനകളുടെ പിന്തുണ പ്രസീത അഴീക്കോടിനുണ്ട്. DMK സംസ്ഥാന ഘടകവും പിന്തുണ പ്രഖ്യാപിച്ചു. 24 വയനാട്. കടുത്ത ചൂടിലും തളരാത്ത പ്രചാരണവുമായി കോട്ടയത്തെ സ്ഥാനാർത്ഥികൾ. റോഡ് ഷോയും കൺവെൻഷനുകളുമൊക്കെ ആവേശകരമായി പുരോഗമിക്കുകയാണ്. വിശുദ്ധവാരമായതിനാൽ പ്രചാരണ പരിപാടികളിൽ ഇന്നു മുതൽ നിയന്ത്രണമുണ്ടാവും. പോരാട്ടം കനക്കുകയാണ് കോട്ടയത്ത്. ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. മണ്ഡലം കൺവെൻഷനുകളിലും മറ്റ് സംഘടനാ യോഗങ്ങളിലും പങ്കെടുത്താണ് UDF സ്ഥാനാർത്ഥി പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രചരണത്തിന് ഒരു കുറവില്ല. പ്രചരണത്തിന് യാതൊരു തടസ്സമോ അലംഭാവോ ഒന്നുമില്ല. ചൂടുണ്ട്, നല്ല ഭയങ്കര ചൂടാണ്. പക്ഷെ അതൊന്നും നമുക്ക് ഒരു പ്രശ്നമായിട്ട് എടുക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇതിനെല്ലാം നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. ആദ്യഘട്ട പ്രചാരണ പരിപാടികൾ പൂർത്തിയാക്കിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി. കഴിയുന്നത്ര കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കാനുള്ള ശ്രമത്തിലാണ് തോമസ് ചാഴിക്കാടൻ. അപ്പോൾ ഇനി അങ്ങോട്ട് ഹൗസ് മീറ്റിങ്ങുകളും ചെറിയ ചെറിയ യോഗങ്ങളുമൊക്കെ ആയിട്ടായിരിക്കും മുമ്പോട്ട് പോവുക. താഴെത്തട്ടിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും. ആ പ്രവർത്തനങ്ങൾ വളരെ നല്ല നിലയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. പ്രമുഖ വ്യക്തികളെയും വോട്ടർമാരെയും നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കുന്ന തിരക്കിലാണ് NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി. ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുറപ്പിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ചിഹ്നം അനുവദിച്ച് കിട്ടിയതോടെ പ്രചരണം ആവേശത്തിലായിട്ടുണ്ട്. അതേസമയം വിശുദ്ധവാരം കണക്കിലെടുത്ത് മുന്നണികളുടെ പ്രചാരണ പരിപാടികൾ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. ഇന്നു മുതൽ റോഡ് ഷോകളും മറ്റുമുണ്ടാകില്ല. ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ശേഷം മാത്രമേ റോഡ് ഷോകളും മറ്റും നടത്തൂ. 24 കോട്ടയം. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുകയാണ്. മീനാക്ഷിപുരം മേഖലയിലാണ് തമിഴിൽ ചുവരെഴുത്തും പ്രചാരണവും കാണാനാവുക. മീനാക്ഷിപുരം റോഡിന്റെ ഒരു വശം ആലത്തൂരും മറുവശം തമിഴ്നാട്ടിലെ പൊള്ളാച്ചി ലോക്സഭാ മണ്ഡലവുമാണ്. ഞാനിപ്പോൾ സംസാരിച്ചു തുടങ്ങുന്നത് കേരളത്തിലെ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന്. ഞാനിപ്പോൾ നിക്കൃതയിടം പൊള്ളാച്ചി മാമട്ടം. വിശാലമായ ആലത്തൂർ മണ്ഡലത്തിന്റെ ഇങ്ങേയറ്റത്തെ കാഴ്ചയാണിത്. റോഡിന്റെ ഒരു വശം കേരളവും മറുവശം തമിഴ്നാടും. റോഡിന്റെ മറുവശത്ത് തമിഴ്നാട്ടിൽ കടകളുള്ള ആളുകൾക്ക് വോട്ട് ഇപ്പുറത്ത് ആലത്തൂരിലാണ്. അതിർത്തി പ്രദേശമായതുകൊണ്ട് തന്നെ മലയാളത്തിനൊപ്പം തമിഴിലും പ്രചരണം നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ചുമരെഴുത്തുകൾ ഭൂരിഭാഗവും തമിഴിൽ തന്നെ. സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനകൾ നൽകുന്നതും തമിഴിൽ പ്രിന്റ് ചെയ്ത്. എപ്പോഴും ഇലക്ഷൻ ആയാലും ഏത് കാര്യമുണ്ടെന്ന് വെച്ചാലും നമ്മൾ പഞ്ചായത്തായാലും മറ്റേ ഏത് നിയമസഭയിലത്തെ ആയാലും തമിഴിൽ ഞങ്ങൾ പ്രത്യേകമായിട്ട് അത് അടിക്കേണ്ട ഒരു ചുമതല വരുന്നുണ്ട് ഇവിടെ തമിഴ് പ്രദേശമായതുകൊണ്ട്. റോഡിന്റെ രണ്ട് വശവും രണ്ട് സംസ്ഥാനത്തെ സ്ഥാനാർത്ഥികൾ ഒരേ സമയം പ്രചരണത്തിനെത്തിയ സമയം പോലും ഉണ്ടെന്ന് നാട്ടുകാർ. അപ്പുറത്ത് തമിഴ്നാട് സ്ഥാനാർത്ഥികൾ വരും, ഇപ്പുറത്ത് കേരളത്തിന്റെ സ്ഥാനാർത്ഥികൾ വരും. സംസാരമൊക്കെ ഇവിടെ കേരളത്തിന്റെ മലയാളത്തിൽ തന്നെ സംസാരിക്കുന്നത്. അപ്പുറത്തുള്ള സ്ഥാനാർത്ഥികൾ അവർ തമിഴിൽ തന്നെ വോട്ട് അഭ്യർത്ഥിച്ച് വരും. ഇവിടെ ഭൂരിപക്ഷം തമിഴ് സംസാരിക്കുന്ന ആൾക്കാരാണ്. അതെ, തമിഴും മലയാളവും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന അതിർത്തി ഗ്രാമങ്ങളിലെ വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികളും. മുഹമ്മദിനൊപ്പം S. ശ്യാംകുമാർ, 24 ആലത്തൂർ. നോക്കാം ഇപ്പോൾ കിട്ടിയത്. യുഎസിലെ ബാൾട്ടിമോറിൽ പാലം തകർന്ന് വീണ് കാണാതായ 2 പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചു. നദിയിലേക്ക് വീണ നിർമ്മാണ തൊഴിലാളികളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇനിയും കണ്ടെത്താനുള്ളത് 4 പേരുടെ മൃതദേഹം.
തിരുവനന്തപുരം പുള്ളിമാത്ത് കമുകിൻകുഴിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകന് വെട്ടേറ്റു. LDF സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ RSS ഡിവൈഎഫ്ഐ സംഘർഷത്തിനിടെയാണ് ആക്രമണം. വെട്ടേറ്റത് ഡിവൈഎഫ്ഐ പുളിമാത്ത് മേഖലാ കമ്മിറ്റി അംഗം സുജിത്തിന്. അത്താണിയിൽ മിനി ലോറി മറിഞ്ഞ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. ഇറച്ചിക്കോഴിയുമായി എത്തിയ വാഹനം നിയന്ത്രണം വിട്ട് തലകീഴായി മറിയുകയായിരുന്നു. പ്രഭാത വാർത്തകൾ പൂർണ്ണമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.